ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ശരിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ രാത്രി, അതായത് ഇന്ന് രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അതിന് മുന്നത്തെ ദിവസം രാത്രി കിടക്കുമ്പോഴാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാണ്. അതായത് ഞാൻ എടുത്തിരിക്കുന്ന പാത്രത്തിൽ ഞാൻ അരി, അതായത് ഇഡ്ഡലി അരിയും പിന്നെ കടലപ്പരിപ്പ്. ഇപ്പോൾ കടലപ്പരിപ്പ് ഈ ഒരു അളവിലേക്ക് നമ്മൾ വിരലുകൊണ്ട് അമർത്തുന്ന സമയത്ത് എങ്ങനെ പൊട്ടുന്നത് കണ്ടില്ലേ. അപ്പോൾ അത്രയും നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് പെട്ടെന്ന് അടിച്ചെടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതേ പാത്രത്തിൽ തന്നെയാണ് 2 കപ്പ് ഇഡ്ഡലി അരിയാണ്. ഇത് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു അളവിലേക്കാണ്. അപ്പോൾ നമുക്ക് അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ ഇഡ്ഡലി റൈസും കൂടെ എടുത്തിട്ടുണ്ട്. അതും 2 കപ്പ് എടുത്ത് കൂടെ തന്നെ അതേ കപ്പിലാണ് 1/2 കപ്പ് ഉഴുന്നും കൂടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ കഴുകിയിട്ട് ഞാൻ, അതായത് രാത്രി കിടക്കുന്ന സമയത്ത് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ ഒരു 5 മണിയാകുന്ന സമയത്ത് തന്നെ ഞാനത് അടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇപ്പോൾ ഞാൻ ജാറിൽ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് അരിയിൽ വെള്ളമൊക്കെ പോയതിന് ശേഷം ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 വെളുത്തുള്ളി, 1 പച്ചമുളക്, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കാം. കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു രീതിക്കിട്ട് നമ്മൾ അടിച്ചിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്തതും കൂടി നമുക്ക് ഇതുപോലെ അടിച്ചിട്ട് ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളിപ്പോൾ അടിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം. അത് നമുക്കൊരു 2-3 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെച്ചേക്കാം. നല്ല തിക്കായിട്ട് ഉണ്ടല്ലേ, പക്ഷേ നല്ല ഫൈനായിട്ട് നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ട് നമുക്കിത് അടിച്ച് നമ്മൾ ഇനി മാറ്റി വെച്ചേക്കാം. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്ന സമയത്ത് കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഒരു നമ്മളെ ബിരിയാണി ഇല ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് 2 ഉള്ളിയാണ് നീളത്തിൽ അരിഞ്ഞത്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും, ഒരു ചെറിയ കഷ്ണം പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടികലയിലിട്ട് ചതച്ചിട്ടാണ് ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിലിപ്പോൾ പച്ചമുളക് ഇല്ലാത്തതാണെന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അങ്ങനെ അതും കൂടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളി ഈ ഒരു രീതിക്ക് മാത്രം വഴറ്റിയെടുത്താൽ മതി. അതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തത്. അപ്പോൾ അതും കൂടി വഴറ്റിയെടുത്തതിന് ശേഷം ഇപ്പോൾ 2 തക്കാളിയാണ് നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിരിക്കുന്നത്. തക്കാളി ഒരുവിധം നല്ല പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കാൻ നോക്കുക. കൂടെ ഇപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചത്, ഉപ്പൊന്നും ഇടാതെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ്, 2 മീഡിയം സൈസിലേക്കുള്ള ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി വേവിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ പകുതി ഉടച്ചു കൊടുക്കുക, പകുതി ചെറിയ കഷ്ണങ്ങളാക്കി. അത് ഒരു ടേസ്റ്റാണ് കേട്ടോ. കഴിക്കുന്ന സമയത്ത് മുഴുവനായിട്ടും ഉടയ്ക്കണ്ട. അതുപോലെ തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നത് പോലെ പകുതി ഉടച്ചിട്ട് പകുതി ഉടയ്ക്കാത്ത രീതിക്ക് നമ്മൾ ആ ഒരു രീതിക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങുകളെല്ലാം റെഡിയാക്കിയതിന് ശേഷം വേവിച്ച് വെച്ച കടലയാണ്. അപ്പോൾ ഈ ഒരു കടല നമ്മൾ ഇപ്പോൾ ഏകദേശം കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ കുക്കറിലാണ് ഇടുന്നത്. കുക്കറിലിട്ടിട്ട് ഒരു 1 മിനിറ്റോളം നമ്മൾ വിസിൽ വരുന്ന മുമ്പാകുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യും. ഇപ്പോൾ ആവശ്യത്തിലേക്കുള്ള മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് ചെറു ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിലേക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് ജസ്റ്റ് കുക്കർ മൂടി ഇട്ടിട്ട് വിസിൽ വരുന്ന ആ സമയമാകുന്ന സമയത്ത് നമുക്ക് ഓഫാക്കാം. അപ്പോൾ കടലക്കറി റെഡിയാണ് കേട്ടോ. അവസാനമായിട്ട് മല്ലിയില മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നിങ്ങൾക്ക് മാവ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് പുളിപ്പിക്കാൻ വെക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിലേക്കുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, അതൊരു 1/2 ടീസ്പൂൺ ഉണ്ടാവും, കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ദോശമാവയുടെ പരുവത്തിലല്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമുക്ക് ഈ ഒരു മാവിൻ്റെ ലെവൽ ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മിക്സായി വരട്ടെ. അപ്പോൾ മിക്സായി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. അങ്ങനെ ഇപ്പോൾ ഏകദേശം നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ എണ്ണയും ചൂടായിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്ന സമയത്ത് മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഹൈയിൽ വെച്ചില്ലെങ്കിൽ പുള്ളി വരും, എന്നാലും കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം മെയിനായിട്ടും നമ്മുടെ എണ്ണ നല്ല ചൂടാണെങ്കിലും ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈയിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് തന്നെ അത് പൊങ്ങി വരും. ആ പൊങ്ങി വന്നത് പിന്നെ അപ്പോൾ തന്നെ നമ്മളത് സിമ്മിലേക്ക് വയ്ക്കാം. പിന്നെ സിമ്മിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ സിമ്മിലാക്കി കഴിഞ്ഞിട്ടോ. ഇപ്പോൾ അതിനുശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം.
ജസ്റ്റ് ഒരു മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇത് വെന്ത് വരും കേട്ടോ. നമുക്ക് അത്രയും സമയം എടുക്കില്ല. നമ്മൾ ഉള്ളിൽ മാവാണല്ലോ, നമുക്ക് വേവില്ല എന്നുള്ളതൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒരു മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, അടുത്ത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഹൈയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പൊങ്ങി വരുന്നുണ്ട്. പൊങ്ങി വന്നതിന് ശേഷം ജസ്റ്റ് എണ്ണ ഇങ്ങനെ മുകളിലേക്ക് ആക്കി കൊടുക്കണം. അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് സിമ്മിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. എല്ലാം പൊങ്ങി വരും കേട്ടോ. ഇതിപ്പോൾ ഒന്നുകൂടി നല്ല പൊങ്ങി വന്നതാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഇഡ്ഡലി പോലെ നല്ല പഞ്ഞി പോലെ ഉണ്ടാവും കേട്ടോ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുമായിരിക്കും ഇത് ഹാർഡായിരിക്കുമോ, അതുപോലെ തന്നെ എണ്ണ ഒരുപാട് കുടിക്കുമോ എന്നൊന്നുമില്ല കേട്ടോ. ടെൻഷൻ തന്നെ വേണ്ട. വെറൈറ്റി എന്ന് പറയുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അതിന് ഈ ഒരു കടലക്കറിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല വെറൈറ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്കൂളിലേക്ക് കൊടുത്തു വിടാനാണെങ്കിൽ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ട്രൈ ചെയ്യുക. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.